എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. 2015 ഡിസംബർ മാസത്തിൽ കർത്താവ് എനിക്കൊരു പുതിയൊരു ഭവനം തന്നു. അതിന് ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവധിയിലായിരുന്നപ്പോൾ പണി നടന്നുകൊണ്ടിരുന്ന എൻ്റെ ഭവനത്തിനടുത്ത് ഞാൻ കടന്നു വന്നു. ഞാൻ കടന്നു വന്ന് നോക്കിയപ്പോൾ എൻ്റെ കിണറ്റിലൊരു തുള്ളി വെള്ളമില്ല. പൈപ്പ് നോക്കിയപ്പോൾ പൈപ്പിനകത്ത് ഒരു തുള്ളി വെള്ളമില്ല. ഞാൻ ആ ഭവനത്തെ നോക്കി ദൈവത്തോട് ഞാൻ ഹൃദയത്തിൽ നിലവിളിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് നല്ലൊരു ഭവനം തന്നു. പക്ഷേ ഞാൻ താമസിക്കുന്ന ഒരു മരുഭൂമിയിലാണല്ലോ കർത്താവേ. ഒരു തുള്ളി വെള്ളം പോലും എനിക്കിവിടെ ഇല്ലല്ലോ. എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ചെയ്യേണ്ടത്. ഉടനെ എനിക്ക് മനസ്സിലിങ്ങനെ ഒരു ഐഡിയ തോന്നി. കിണർ പോലെ വലിയൊരു കുഴിയെടുക്കുക, ആ കുഴിക്കകത്ത് കോൺക്രീറ്റ് ചെയ്യുക, അതിനകത്ത് മഴവെള്ളമെല്ലാം സംഭരിക്കുക. എത്ര കുഴിയെടുക്കാമോ അത്രയും കുഴിയെടുക്കുക, അതിനകത്ത് മഴവെള്ളം ശേഖരിച്ചു വെക്കുക. പൈപ്പിൽ വെള്ളം ഇല്ലാത്തപ്പോൾ ഈ വെള്ളം എടുത്ത് ഉപയോഗിക്കുക. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ എൻ്റെ അടുക്കളയുടെ ഏകദേശം തെക്ക് ഭാഗത്തായിട്ട് ഒഴിഞ്ഞ മൂലയിൽ ഞാൻ കിണർ കുഴിക്കുന്നവരെ വിളിച്ചു. അവിടെ ഒരു വലിയ കുഴിയെടുക്കാൻ ഞാൻ പറഞ്ഞു. ഞാനങ്ങനെ കുഴിയെടുത്തു, ആഴത്തിൽ പോയി. ഞങ്ങളുടെ ആ സ്ഥലത്ത് വെള്ളം കിട്ടാൻ യാതൊരു സാധ്യതയില്ല. എൻ്റെ ഭവനം ഇരിക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ്. മഴ പെയ്യുമ്പോൾ മാത്രം കിണറ്റിൽ വെള്ളം നിൽക്കും. മഴ പെയ്ത് കഴിയുമ്പോൾ മണ്ണിൽ കൂടെ ഒഴിച്ച് താഴേക്ക് പോകും. ഒരു തുള്ളി വെള്ളം പോലും അതേ കിട്ടത്തില്ല. കുറച്ച് കുഴിച്ചാൽ പാറയാണ്. അപ്പോൾ ഒരിക്കലും അവിടെ നിന്ന് വെള്ളം കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ഞങ്ങൾ കുഴിച്ച് ചെന്നപ്പോൾ എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കിയപ്പോൾ ഉറവ വന്നു. ആ ഉറവ ഞാൻ പോയി കഴിഞ്ഞ് വറ്റി. അത് കഴിഞ്ഞ് ചില അടിയോടെ താഴ്ത്തു കഴിഞ്ഞപ്പോൾ അത് നിറച്ച് വെള്ളം ദൈവം എനിക്ക് തരുവാനിടയായി. ഞാൻ 2016 മാർച്ച് ഉണക്ക് കാലത്ത് ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ ഹാഗാറിൻ്റെ ദൈവം അതിനകത്ത് ഉറവ ചീറ്റി വരുന്നത് കാണുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിനായിട്ട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ നിലവിളി കേട്ട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ കർത്താവിനോട് പറയുമെങ്കിൽ ഏത് മരുഭൂമിയിലും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ ഉറവുകളെ തുറന്നു തരാൻ ദൈവത്തിന് കഴിയും. ഈ വചനങ്ങളാൽ, ഈ സാക്ഷ്യത്താൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.